ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രിൻസിപ്പൽ സ്വാഗതം വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ട പ്രമോദൻ ഡോക്ടർ പ്രമോദൻ ഇന്നത്തെ താരം നക്ഷത്രം എല്ലാവരുടെയും പേരിൽ പറയുന്നില്ല. എന്തായാലും വലിയൊരു സന്തോഷവും അഭിമാനവും ഉണ്ട് ഇവിടെ വന്നതിലും. കാരണം നഴ്സിംഗ് എന്ന് പറയുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാവരും മനോളം പാടിപ്പെടുത്തുകയും ആവശ്യത്തിന് കൂടുതൽ നിങ്ങളോട് അനീതി കാട്ടുകയും ചെയ്യുന്നൊരു മേഖലയും കൂടിയാണ്. അപ്പൊ പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ഒന്ന് പകച്ചു നിൽക്കാൻ പോലും ഇട കൊടുക്കാതെ അങ്ങനെ പണിയിൽ എന്താ പറയാ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അങ്ങനെയുള്ള കുട്ടികളുടെ മുമ്പിൽ സാഹിത്യത്തിന്റെ പേരിലായാലും ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുകയായിരുന്നു. ശരിക്കും ആ ഒരു എന്താ പറയാ ഒരു ചൈതന്യം അതെല്ലാ നഴ്സുമാർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ തന്നെ കാരണം ഞാൻ കാലങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന കൂടിയാണ്. കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പല വിഭാഗങ്ങൾ നല്ലപോലെ നിരീക്ഷിക്കാറുണ്ട്. അപ്പൊ ആ ഒരു പക്ഷെ നിങ്ങളെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഓരോ സ്വഭാവങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സീരീസിലോ മറ്റോ കണ്ടൊരു വാർത്തയാണ്. അതായത് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രോപ്പർ ഡയഗ്നോസ് ചെയ്യുന്നു, എന്നൊരു നഴ്സ് പറയുന്നൊരു വാചകമുണ്ട്. അത് വളരെ കറക്റ്റുമാണ്. ഇവിടെ ഐശ്വര്യ കമലയുടെ പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതില് വളരെ രസകരമായ പല കാര്യങ്ങളും ഞാൻ പുസ്തകത്തിലുടനീളം നോക്കിയിരിക്കും. ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് ഈ പുസ്തകം എനിക്ക് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാനൊരു സമയം കിട്ടിയത്. കുറച്ചുകൂടി സമയം എടുത്ത് വായിക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ വിശദമായി ഇതിനെ കുറിച്ച് പറയാമായിരുന്നു. പക്ഷെ വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു. പിന്നെ ഒരു ഹാഫ് ഡേ ആണ് ശരിക്കും ഈ പുസ്തകത്തിന് വേണ്ടി ഒന്ന് ഡിവോട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നത്. അപ്പൊ അതിനകത്ത് നല്ല രസകരമായ മെറ്റഫോർ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് എല്ലാം പരിചയമായ അർജുനന്റെ ഈ എപ്പിക്കിലെ ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അമ്പെയ്യാൻ നിൽക്കുന്ന നേരത്ത് what you see എന്ന ക്വസ്റ്റ്യനെ വളരെ കൃത്യമായിട്ട് പറയേണ്ട ഐ സീ ദ ഐ ഓഫ് ദ ബേർഡ്. അതാണ് ആ പക്ഷിയുടെ കണ്ണാണ് ഞാൻ കാണുന്നത്. ഇതാണ് ഒരു ഡോക്ടർ കാണുന്നത്. ആയുർവേദത്തിൽ അറിയാം, ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്. അലോപ്പതിയിൽ പറയുമ്പോ ഇതാണ് കാണുന്നത്. ഒരു കാലാണ് അസുഖം ബാധിച്ചെടുക്കുന്നതെങ്കിൽ ഡോക്ടറുടെ മുമ്പിൽ ഒരു മനുഷ്യനല്ല പലപ്പോഴും ഒരു കാലായിരിക്കും. ഒരു അവയവമാണെങ്കിൽ അത് അവയവമായിരിക്കും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോട്ടിന്റെ പ്രാധാന്യമുണ്ട്. കാരണം ഇത് ഒരു നഴ്സിന്റെ കയ്യിലെത്തുമ്പോഴാണ് അവർ ചികിത്സിക്കുകയാണ്. നേരത്തെ ഒരു പ്രസംഗമൊക്കെ കേട്ടിരിക്കുമ്പോൾ അതിലേക്ക് ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ ഇത് കുറെ കൂടി ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ മാർഗമായിരുന്നു. ഡോക്ടർ അബദ്ധത്തിലല്ല പറഞ്ഞത്. കുറെ കൂടി ഇൻവോൾവ് ഇതിനോളായിട്ട് നമുക്ക് ഇടാതെ തോന്നലുതാണ്. എന്ത് സ്വാതന്ത്ര്യമാണ് നഴ്സുമാർ അനുഭവിക്കുന്നതാണ്. നമ്മൾ പറയുക മാലാഖമാരാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള ചൊല്ലുകളും ഉണ്ട്. എല്ലാ ഏഞ്ചൽസും ചെറുകളോടെ എല്ലാ ചിലരൊക്കെ സ്ക്രാബുമായിട്ടാണ് ഉള്ളത് അല്ലെ. കുതിരൊക്കെ ഏഞ്ചൽസ് സ്ക്രാബാണ്. പക്ഷെ ഇവിടെ എന്ത് സ്വാതന്ത്ര്യം ആണ് ഒരു തൊഴിലിടത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. അശ്വിനിയുടെ നോവലില് പലപ്പോഴും റിപ്പീറ്റഡ്ലി ആ ഒരു ദുർഗന്ധം ഇങ്ങനെ വരുന്നുണ്ട്. അതാണ് മഹത്തായ ജോലി എന്ന് പറഞ്ഞാൽ വെള്ളം കഴിക്കുമ്പോൾ അതിന്റെ മുഴുവനൊക്കെ എടുത്ത് കളയുക എന്നുള്ള അവസ്ഥ ഞങ്ങൾക്ക് പകച്ചു പോകുന്നതിന് പറ്റാത്ത ഒരു കാര്യമാണ്. പലപ്പോഴും ഞാനൊരു NCC ഓഫീസർ കൂടിയാണ്. റിസർച്ചിലേക്ക് വന്നിട്ട് NCC കുട്ടികളെ ഒന്ന് എംപവർ ചെയ്യാൻ വേണ്ടി എങ്ങനെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാന്നുള്ളതൊക്കെ മൗത്ത് ടു മൗത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതായത് വാക്ക് വരുന്നില്ല. അപ്പൊ ആ ഒരു ഇതൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു ലേമനെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് കൺസീവ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ഈ ലോങ് ആൻഡ് എൻഡ്യൂറിംഗ് പ്രോസസ് ഓഫ് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ആർജിച്ചെടുക്കുന്ന മറ്റാർക്കും സാധ്യമല്ലാത്ത ആ ഒരു കഴിവും സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് എത്ര പുകഴ്ത്തിയാലും മതിയാവാത്ത ഒരു ഫീൽഡ് കൂടിയാണ്. അങ്ങനെയല്ലേ കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിനെ ആദ്യമായി കണ്ടു തുറക്കുന്നത് തൊട്ട് ഒരു മനുഷ്യന്റെ കണ്ണ് ജനിക്ക് അടയ്ക്കുന്നത് വരെ നഴ്സിന്റെ കൈകളിലൂടെ പോവാണ്. എന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങും എൻഡും കൈകാര്യം ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡില് എന്താണ് പ്രത്യേകിച്ച് കോർപ്പറേറ്റ് സൊസൈറ്റിയില് എന്താണ് ഒരു നഴ്സ് അനുഭവിക്കേണ്ടി വരുന്ന കാഴ്ച. നേരത്തെ പ്രസംഗിക്കുമ്പോൾ പറയുകയായി ചോദ്യപാത്രം പോലും കൊണ്ടുവന്നിട്ട് നോവലും എഴുതിയിട്ടുണ്ട്. പലപ്പോഴും തുറന്നു നോക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഈ പാത്രം ഉണ്ണാൻ കൊണ്ടുവന്ന പാത്രം 3 മണിയാകുമ്പോഴും തുറന്നിട്ടില്ല, തുറക്കാൻ നേരം കിട്ടിയിട്ടില്ല.
ഒരു നോവലിൽ തന്നെ ഇസ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉടനെ ഈ മേഡം പഠിപ്പിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ കുട്ടിക്ക് നില ഉറക്കുന്നില്ല. കാരണം വിചാരത്തിൽ ഇങ്ങനെ ആ രാത്രിയുടെ മുഴുവൻ ക്ഷീണവും വെച്ചിട്ടാണ്. നമുക്കൊക്കെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ ഈ നോവൽ പറയുമ്പോൾ ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ എന്റെ സിസ്റ്ററിലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ അവൾ കരയുന്നുണ്ട്. അവൾ കരയുമ്പോൾ ഞാൻ ബെല്ലടിക്കുന്നു സിസ്റ്റർ വരാൻ വേണ്ടിയിട്ട്. നോവൽ വായിച്ചിട്ടാണ് വലിയൊരു റിയലൈസേഷൻ എന്തൊക്കെ പ്രാർത്ഥനകളിൽ നിന്നാണ്. കാരണം സിസ്റ്റർ ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വേദനിച്ചിട്ട് അറിയുന്നു. അപ്പൊ എങ്ങനെയാണ് സിസ്റ്റർ ഓടിപ്പഴം എത്തുന്നത് എന്നുള്ളത് വളരെ കുറ്റബോധത്തോടുകൂടിയാണ് എനിക്ക് വായിച്ചപ്പോ ഞാൻ അടിച്ച ബെല്ലുകൾ ഓരോന്നിനും ഞാൻ റിഗ്രറ്റ് ചെയ്തു. അവൾക്ക് നീ സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അവള് നിലവിളിക്കുമ്പോൾ എനിക്കറിയില്ല അവർക്ക് ഞാൻ സിറ്റുവേഷൻ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം. അപ്പൊ ഈ നോവൽ ശരിക്കും എന്നെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ഐ ഓപ്പണർ കൂടിയായിരുന്നു. അപ്പൊ ഞാൻ അടിച്ച ഓരോ ബെല്ലുകളെ കുറിച്ചും അതൊരു തരം റിഗ്രറ്റ് എന്നിൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തരം ശ്വാസം കിട്ടാത്ത പിടച്ചിലുകളുടെ എൻഡിൽ ഈ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഈ നോവൽ എന്നുള്ള രീതിയിലാണ്. കൊറോണയും കോവിഡും ഒക്കെ ഏറ്റവും ലാസ്റ്റ് ആണ് ഇത് വരുന്നത്. ഈ നോവൽ അവസാനിപ്പിക്കുന്നതാണ് പിന്നെ ഒരു കഥ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി പോലെയാണ് ഈ കഥ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ കഥ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ വായിക്കാത്ത കുട്ടികളാണ്. നിങ്ങൾ വായിച്ച് തന്നെ ഇവിടെ വരണം. കാരണം ഞാനിവിടെ വന്നിട്ട് സിനോപ്സിസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം പൊതുവെ വായന ഒരു ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ. അവർക്ക് എളുപ്പമുള്ള ഒരു തൊഴിലൊന്നുമല്ല വായിക്കാൻ പറഞ്ഞത്. കുറച്ച് മെനക്കെട ആവശ്യമുണ്ട്, അതിൽ കോൺസെൻട്രേഷൻ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കഥ പറഞ്ഞ് അതിൽ രസം ഞാൻ കളയുന്നില്ല. അത് ഞാൻ വായിച്ച് കണ്ടെത്താം. എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രെഡിലൂടെയാണ് നോവൽ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നോവലിൽ പോയി ലാസ്റ്റ് വരുമ്പോഴാണ് ഈ വൈറസ് അറ്റാക്ക് അതിനെ ചുറ്റിയുള്ള പ്രാർത്ഥനകൾ. അതും ഞാൻ വളരെ രസകരമായി ആലോചിച്ച കാര്യമാണ്. കാരണം ഈ കോവിഡ് കാലത്ത്, കോവിഡ് അനന്തര കാലത്ത് സാഹിത്യത്തില് പല കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. എനിക്കറിയാം DC ഇതിന് മുന്നിൽ ടൈറ്റിൽ ഇതായിരുന്നു വൈറസിന്, അതാണ് ടൈറ്റിലും അതാണ്. അങ്ങനെ തീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനും ആ സമയത്ത് ഒരു ജഡ്ജും ചെയ്തിരുന്ന തിരുവനന്തപുരം ചലച്ചിത്ര അക്കാദമി ഷോർട്ട് സ്ക്രിപ്റ്റുകളിൽ, ചെറിയ സ്ക്രിപ്റ്റുകൾ ഇതേ ടൈറ്റിലോട് കൂടി ആ സ്ക്രിപ്റ്റുകളുടെ മത്സരത്തിൽ ക്ഷണിച്ചിരുന്നു. പക്ഷെ പല സ്ക്രിപ്റ്റുകളും വളരെ മറ്റേതായിട്ട് നമ്മളെ എന്നും അനുഭവിച്ചിരുന്ന കോവിഡ് കാലത്തിന്റെ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം അതിനെ ചുറ്റിപ്പറ്റി ഇല്ലാതാവുന്ന സ്ക്രിപ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഐശ്വര്യ ചെയ്ത പ്രത്യേകത എന്താ വെച്ചാൽ വളരെ വിവിഡായിട്ടും വളരെ ഇൻട്രിഗേറ്റ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും ഒരു നോവൽ പ്ലാൻ ചെയ്തതിനു ശേഷം അതിലേക്ക് ഈ ഒരു സിറ്റുവേഷനെ വളരെ രസകരമായി യോജിപ്പിക്കുകയാണ്. അതാണ് റൈറ്ററുടെ ഇന്റലിജൻസ്. അത് എങ്ങനെ ഇത് യോജിപ്പിച്ചെടുക്കാം, പുതിയ രീതിയിൽ ഇതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്നുള്ളത് ഓൾവേസ് അതൊരു വ്യക്തമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. പിന്നെ അത് കടന്നു പോകുന്ന സബ്ജക്റ്റിലാണ് BBA ഉപയോഗിച്ച് ഡാർക്ക് നെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പല പല മേഖലകളിലേക്ക് നോവൽ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ ഫെമിലിയർ ആണ് BBA വളരെ എന്താ പറയാ കോവിഡായിട്ട് കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റിൽ കുട്ടികൾ ഇമേഴ്സ് ആവുന്നു അല്ലെ. സൈബർ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരലൽ സൊസൈറ്റി തന്നെയാണ്. What you see in the real society and what you see there. രണ്ടും തമ്മിൽ വ്യത്യാസം. റിയൽ സൊസൈറ്റിയിൽ you are always under surveillance. സൈബർ സൊസൈറ്റിയിൽ സർവൈലൻസ് വരുന്നത് വളരെ അടുത്ത കാലത്ത് മാത്രമാണ്. ഈ അടുത്തൊക്കെ പോലീസുകാരെ ഒരുപാട് ഒരാളെ ചൈൽഡ് പോണോഗ്രഫി ചിലപ്പോ സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ പോലീസുകാരുടെ വാദത്തിന് മുമ്പിൽ ഒന്ന് കൂട്ടിയേക്കാം. അതൊക്കെ പക്ഷെ വളരെ ഈ പോക്സോ കേസുകൾക്ക് വന്നതിന് ശേഷം ഈ അടുത്ത് മാത്രം ഉണ്ടായ ഡെവലപ്മെന്റ് ആണ്. പക്ഷെ കുറെ കാലങ്ങളോളം സൈബർ എന്നുള്ള ഒരു ഡാർക്ക് ഏരിയ അതിൽ എന്തൊക്കെ നടക്കും. ഇവിടെ ഒരു കില്ലിംഗ് പ്ലാൻ ചെയ്യണം. ഈ നോവലുകാർക്ക് അങ്ങനെ പല രസകരമായ പല കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഒരു ഇസയുടെ ദാമ്പത്യം അതും ഇതൊരു തീം തന്നെയാണ്. എങ്ങനെയാണ് ഹൗ ദ വുമൺ സർവൈവ്സ് ഇൻ എ റിലേഷൻഷിപ്പ്. അതൊരു ലവ് റിലേഷൻഷിപ്പ് ആണോ, ഹേറ്റ് റിലേഷൻഷിപ്പ് ആണോ, ലവ് ഹേറ്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആണ്. ആൻഡ് ഓൾവേസ് ഒരു സംശയം. പിന്നെ ഈ നഴ്സുകൾ പണ്ട് തൊട്ടേലാണ് ഈ സംശയത്തിന്റെ ഏതെങ്കിലും ഫാമിലിന്റെ അടുത്ത് മാത്രമല്ല, പണ്ടേ നമ്മുടെ കുട്ടികള് നഴ്സിംഗ് പഠിച്ച കാനഡയിലോ വിദേശത്തോ ഒക്കെ പോകുമ്പോ ഒരു സാധാരണമായ മണ്ണുകളിലൂടെയാണ് സൊസൈറ്റി ഒക്കെ നോക്കുന്നത്. അത് ഇപ്പോഴാണ് മാറി മാറി വരുന്നത്. ഈ ഒരു അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു 5-10 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ അതിന്റെ ഒരു കാഴ്ചപ്പാട് മാറാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് മേഖലയില് എന്താ പറയുക, അവരുടെ ജോലിക്ക് അധിഷ്ഠിതമായി മേക്കപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് ഡോളിഫൈ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള നഴ്സസ് അവർ നിൽക്കുമ്പോൾ അവരെ കുറിച്ച് ചുറ്റിപ്പറ്റി ഇത്തരം കഥകളാണ്. വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് ഡിമാൻഡ്സ് എ ലോട്ട് ഓഫ് ന്യൂ തിങ്സ്. അതുപോലെ തന്നെ ഓരോ നിമിഷവും ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയൊക്കെയാണ് മാറ്റം
സമൂഹത്തിന്റെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനസ്സുകളിലേക്ക് എത്തുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളല്ലാട്ടോ, ഏത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കും ഉണ്ടാവും മനസ്സിന്റെ ഒരു ഡാർക്ക് ഏരിയ, ദ സൈഡ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. അപ്പൊ അവിടേക്ക് വരുമ്പോ വാട്ട് ഓൾ ചേഞ്ചസ് ആർ ഹാപ്പനിങ്. ഇത് വളരെ നല്ല രസകരമായിട്ട് അതിന്റെ ഒരു ടെൻഷൻ ചെയ്ത് ബിൽഡപ്പ് ചെയ്യാനുള്ളത് ഒരു നോവലിസ്റ്റിനെ, പ്രത്യേകിച്ചും ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ഇൻവോൾവ് ആ ഒരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്യാനുള്ളത് ഒരു പുസ്തകമാണ്. അപ്പൊ അങ്ങനെ പല ലെവലുകളിലും വായിച്ചെടുക്കാവുന്ന ഒരു പുസ്തകമാണ് ഐശ്വര്യയുടെ പുസ്തകം. ഇത് അതുപോലെ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് എങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ഈ ഗിഫ്റ്റ് സമൂഹത്തിന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വഴി എന്തൊക്കെ തടസ്സമായി നിൽക്കുന്നോ അതിനൊക്കെ എതിരെ പറയാൻ തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു, കാരണം ഇന്നും നാളെ ഈ സബ്മിസീവായ സബ് ഇങ്ങനെ നിന്ന് തുടങ്ങിയാൽ ഈ തുടർച്ച അങ്ങനെ തുടർന്നുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നേരത്തെ പറഞ്ഞു എന്താ വളരാൻ പഠിക്കാനുള്ള എക്സാംസ് കേൾക്കല്ലേ, പക്ഷെ അതൊന്നും അല്ലാതെ തന്നെ നമുക്ക് അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കുക തന്നെ വേണം. എന്നിട്ട് എങ്ങനെ മുന്നേറാം എന്നുള്ളതാണ്. ഇപ്പൊ ഈ കേരളത്തിന്റെ സ്ഥിതിയിലെ എങ്ങനെയൊക്കെയാണ് നഴ്സുമാര്, പക്ഷെ കോർപ്പറേറ്റ് മേഖലയിൽ തീർച്ചയായിട്ടും ഐശ്വര്യം പറഞ്ഞിട്ട് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നഴ്സുമാർ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എങ്കിലും നമുക്ക് മുന്നേറാം. നമ്മുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലെ വളരെ ഓഫ് കോട്ടഡ് ആയിട്ടുള്ള സയൻസാണ് തത്തയ്ക്ക് അതിന്റെ സ്വാതന്ത്ര്യം വേണമെങ്കിൽ സ്വന്തം ചിറക് കൊണ്ട് അത് കൂടി തന്നെ പൊളിക്കുക തന്നെ വേണം. തത്തയുടെ ചിറക് എത്ര ദുർബലാണെന്ന് അറിയാം, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നാലാഴ്ച ഇരുന്നിട്ട് കൂട് ഒരു പക്ഷി അതിന്റെ ചിറക് കൊണ്ട് തല്ലി പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സാധ്യമായ കാര്യമല്ല. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തുക തന്നെ വേണം. ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തുക തന്നെ ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മേഖലയിൽ നിന്ന് വന്ന ഒരു പുസ്തകം എന്ന നിലയിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ്. പല മുമ്പും ഒന്നും മലയാളത്തിലുണ്ടായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷെ അതൊക്കെ ഔട്ട്സൈഡ് നിന്നുകൊണ്ടാണ്. ഈ കോവിഡിന്റെ കഥകൾ പലരും എഴുതിയിട്ട് പുറത്ത് നിന്നുകൊണ്ട് നോക്കുകയാണ്. ഒരു നേഴ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിപ്പോ കാലത്തെ നേഴ്സിന്റെ ആ ലെറ്ററൊക്കെ വായിച്ചിട്ട് കരയാത്ത മനുഷ്യരില്ല അല്ലെ, എല്ലാവരും നമ്മൾ അതുപോലെ ആ കരച്ചിൽ പങ്കുചേർന്നിട്ടുണ്ട്. അപ്പൊ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എഴുതുമ്പോൾ ചവിട്ട് കൊള്ളുന്നതിൽ എന്റെ വേറെ കൂടുതൽ എഴുതാനായിട്ട് പറ്റാം. ചവിട്ടി കൊള്ളുന്നത് കണ്ടു നിൽക്കുന്ന ആളേക്കാൾ ഉണ്ടാവും അതിനകത്ത് തന്നെ വരുമ്പോ. അപ്പൊ ആ ഒരു അനുഭവമാണ് ഈ നോവൽ ഉടനീളം നമുക്ക് കാണാനായിട്ട്. കുറച്ചൊരു ഫാന്റസി എലമെന്റ്സും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു, എല്ലാം ഞാൻ പ്രൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ചെറിയൊരു പ്രശ്നമല്ല, വലിയ പ്രശ്നമാണ്. ഇത് ലിറ്റററി ക്ലബിന്റെ ഭാഗം കൂടിയാണ് അല്ലെ. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യമാണ്. എന്നെ സംബന്ധിച്ചിപ്പോൾ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഭാഷയാണ്. അപ്പൊ ഇത് ഐശ്വര്യയുടെ പ്രോബ്ലം അല്ല, DC ബുക്സിന്റെ ഒരു പ്രൂഫ് വേദിക്കുന്ന പ്രശ്നം ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒത്തു കിട്ടുമെന്ന് വിചാരിക്കും. പല വാക്കുകളും പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ വരുന്ന എല്ലാ വാക്കുകളും തെറ്റിച്ചാണ് എഴുതുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് എന്നുള്ളത് നോവലിസ്റ്റുകളുടെ ഏക ബാധ്യത അവരുടെ പ്രൂഫ് കഴിഞ്ഞെന്ന് പറയും. ഇവർ എന്റെ പുസ്തകങ്ങളിൽ ഞാൻ കാണാറുണ്ട് ഇതുപോലെ തെറ്റി വരുന്ന വാക്കുകൾ കണ്ടാൽ എനിക്ക് സങ്കടം തോന്നും. അപ്പൊ ആ ഒരു നമ്മൾ വീണ്ടും അടുത്ത പുസ്തകം മുതൽ കുത്തിയിരുന്ന ഓരോ വരികളുടെയും പോകാനായിട്ട് കുറെ മിസ്റ്റേക്സ് ഉണ്ട്. മിക്കവാറും എല്ലാ വാക്കുകളും തെറ്റിച്ചാണ് കൊടുക്കുന്നത്. അവര് വിഷമം തോന്നി, കാരണം അത് കല്ലേടിയാണ്. ലിറ്ററേച്ചറിൽ അങ്ങനെ കല്ലേടികൾ ഒഴിവാക്കണമെങ്കിൽ പബ്ലിഷേഴ്സിന് പരിപൂർണമായും ഏൽപ്പിച്ചു കൊടുക്കാതെ കുറച്ച് നമ്മൾ ഇരുന്ന് മെനക്കെട്ട് വർക്ക് ചെയ്യണം. അടുത്ത പുസ്തകങ്ങൾ ശ്രദ്ധിക്കുക. വായിക്കുമ്പോൾ നിങ്ങളും ആലോചിക്കണം ഈ മിസ്റ്റേക്സ് ഒക്കെ പബ്ലിഷിംഗ് ഹൗസിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇപ്പൊ ലിറ്റററി ക്ലബായിട്ടുള്ള പ്രത്യേകിച്ച് പറയാണ് അത് എഴുതുക ചെയ്യാനില്ല. വളരെ പ്രോബ്ലം അതിനകത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയം ഞാൻ എടുത്തോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു, ഇന്നത്തെ താരം നമ്മുടെ ഐശ്വര്യയാണ്. ഐശ്വര്യക്ക് നമ്മളോട് എന്താ പറയാനെന്ന് കേൾക്കാൻ വേണ്ടിയാണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചോദ്യങ്ങളും ഉണ്ടാവുമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. സന്തോഷം കേട്ടിരുന്നത്, സന്തോഷം. നന്ദി.